തേങ്ങ ഇട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് ബാക്കി ഇതെല്ലാം ചേർത്താൽ മതി. അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള കായത്തിന്റെ പൊടിയും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഒരു നുള്ള ജീരകവും കൂടെ ചേർക്കാം, അല്ലെങ്കിൽ ഇത് ഒരു നുള്ള വെളുത്ത എള്ളും കൂടെ ചേർക്കാം. അതൊക്കെ നമുക്ക് ഇഷ്ടം അനുസരിച്ച് ഇതിൽ സാധനങ്ങൾ ചേർക്കുകയോ അല്ലെങ്കിൽ ചേർക്കാതിരിക്കുകയും ചെയ്യാം. നമ്മൾ നല്ല സിമ്പിൾ ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കായത്തിന്റെ പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം നന്നായിട്ട് കുറച്ച് വെക്കണം. കുറച്ച് വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന അവലും കൂടെ ചേർക്കാം. ചേർത്തിട്ട് ഇതിലേക്ക് 1/4 സ്പൂൺ ഉപ്പും 1/4 സ്പൂൺ പഞ്ചസാര പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട്